IPL വിജയാഘോഷത്തിനിടെ ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലുണ്ടായ അപകടത്തിൽ 4 പേർ അറസ്റ്റിൽ. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മാർക്കറ്റിംഗ് വിഭാഗം മേധാവിയും ഇവന്റ് മാനേജ്മെന്റ് കമ്പനി പ്രതിനിധികളും ആണ് അറസ്റ്റിലായത്. FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. മുഹമ്മദ് റഹീസ് ബംഗളൂരുവിൽ നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. റഹീസ്, ഇതിൽ ഇപ്പോൾ കർശനമായ നടപടി ഉണ്ടാകും നേരത്തെ കർണാടക സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഇവന്റ് മാനേജ്മെന്റ് പ്രതിനിധികളൊപ്പം തന്നെ ഈ RCBയുടെ മാർക്കറ്റിംഗ് വിഭാഗം ഹെഡ് ഇവരൊക്കെയാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. പക്ഷേ ഈ ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികളെയും പ്രതിചേർക്കുമെന്ന് നേരത്തെ സർക്കാർ വ്യക്തമാക്കിയതാണ്. അവർ ഒളിവിലാണ് എന്നൊക്കെ പോലീസ് പറയുന്നുമുണ്ടായിരുന്നു. ഇപ്പോൾ അവരുടെ ഭാഗത്തുനിന്നും ചില നീക്കങ്ങളുണ്ട് എന്ന കാര്യം കൂടി മനസ്സിലാക്കാൻ കഴിയുന്നു. അവർ ഹൈക്കോടതി സമീപിച്ചിരിക്കുകയാണ് ഈ FIR റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട്. അപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സർക്കാർ നൽകുന്ന പുതിയ വിവരങ്ങൾ എന്താണ്? പ്രജിൻ, മുഖം നോക്കാതെ നടപടിയെടുക്കും ഈ KCA ഭാരവാഹികൾ, ഒപ്പം തന്നെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ മാനേജ്മെൻറ്റിലെ പ്രതിനിധികൾ, ഒപ്പം ഈ ഇവൻ്റ് മാനേജ്മെൻറ്റ് പ്രതിനിധികളെയൊക്കെയും അറസ്റ്റ് ചെയ്യും എന്ന് തന്നെ, അത് അന്വേഷണമല്ല മറിച്ച് അറസ്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ ഇന്നലെ രാത്രി പറഞ്ഞത്. അതിന് പിന്നാലെ അവരെ എന്തായാലും ഇന്ന് അറസ്റ്റ് ചെയ്യുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിരുന്നു. അപ്പോഴാണ് ഈ RCBയുടെ പ്രതിനിധിയും ഒപ്പം തന്നെ ഈ KCAയുടെ പ്രതിനിധികൾ അവരൊക്കെയും ഈ സ്ഥലത്തു നിന്ന് മാറാൻ വേണ്ടി ശ്രമിച്ചു, ബംഗളൂരുവിൽ നിന്ന് മാറാൻ വേണ്ടി ശ്രമിച്ചു. ഇവൻ്റ് മാനേജ്മെൻറ്റിൻ്റെ പ്രതിനിധികളടക്കം ഇവിടെ നിന്നൊരു മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാൻ നീക്കം നടത്തിയതോടുകൂടിയാണ് ഇന്ന് രാവിലെ 6:30 പോലീസ് ഇതിൽ നിന്ന് 4 പേരെ കസ്റ്റഡിയിലെടുക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും RCBയുടെ പ്രതിനിധിയുണ്ട്, ഇവൻ്റ് മാനേജ്മെൻറ്റിൻ്റെ 3 പ്രതിനിധികളുണ്ട്. അപ്പോൾ അങ്ങനെ ഈ 4 പേരെ കസ്റ്റഡിയിലെടുത്ത് അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതോടുകൂടി KCA അവരിലേക്കാണ് അടുത്ത പിടി വരുന്നതെന്ന് മനസ്സിലാക്കിയാണ് ഇപ്പോൾ കോടതിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. രാവിലെ ഈ KCA സെക്രട്ടറിയുടെയും ഒപ്പം തന്നെ ട്രഷററുടെയും ഒക്കെ അടക്കം വീടുകളിൽ പോലീസ് പോയിരുന്നു. അപ്പോൾ ഇവിടെ നിന്നും ഇവർ മാറി നിൽക്കുന്നു എന്നുള്ള വിവരമാണ് പോലീസിന് ലഭിച്ചത്. അവരെ ഇതുവരെയും അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ തങ്ങളിലേക്ക് വരുന്നു എന്ന് കണ്ടുകൊണ്ടാണ് ഇപ്പോൾ KCA ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കർണാടക ഹൈക്കോടതിയിൽ അവർ ഒരു റിട്ട് ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ കോടതി ആ ഒരു ഹർജി പരിഗണിക്കുകയും ചെയ്യും. നിലവിൽ ഒരു അന്വേഷണവും നടക്കാതെ, വ്യക്തമായ അന്വേഷണം നടത്താതെ മുഖ്യമന്ത്രിയുടെ വാക്കിൻ പുറത്താണ് തങ്ങളെ അറസ്റ്റ് ചെയ്യുന്നത് എന്ന നിലയിലാണ് ഈ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ RCB മാനേജ്മെൻറ്റ് ഭാഗത്തു നിന്നും ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അവരും സ്വാഭാവികമായും ഇത്തരത്തിലൊരു ഹർജി ഫയൽ ചെയ്യും. അപ്പോൾ ഈ KCAയുടെ ആവശ്യം അറസ്റ്റ് തടയണമെന്നല്ല, മറിച്ച് ഈ FIR തന്നെ റദ്ദാക്കണം എന്നുള്ള രീതിയിലാണ് KCA നീങ്ങുന്നത്. ഇന്നലെ തന്നെ ഹൈക്കോടതി ഈ സംഭവത്തിൽ കുറേ സുപ്രധാനമായിട്ടുള്ള നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. പല ചോദ്യങ്ങളും സർക്കാരിനോട് ചോദിച്ചിരുന്നു, വിശദമായ റിപ്പോർട്ട് തേടിയിരുന്നു. ശേഷം സ്വമേധയാ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ നടക്കുന്നതിനിടയിലാണ് ഈ അറസ്റ്റിലായവർ കൂടി കോടതിയിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഈ വിഷയം പരിഗണിച്ച് കോടതി നടത്തുന്ന ഓരോ നിരീക്ഷണങ്ങളും നിർണായകമാകും. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് എന്തായാലും ഇപ്പോൾ ഇവരെയൊക്കെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള നീക്കം നടക്കുന്നു. പോലീസിനുള്ളിൽ തന്നെ വലിയൊരു എതിർപ്പ് സത്യത്തിൽ ഇപ്പോൾ സർക്കാരിനെതിരെ ഉണ്ട്. കാരണം ഈ പോലീസിനെ ബലിയാടാക്കിക്കൊണ്ട് ഈ ഒരു കേസിൽ സർക്കാർ കൈ കഴുകുന്നു എന്നുള്ളൊരു പൊതുവായിട്ടുള്ള ഒരു ആക്ഷേപം, വിമർശനമൊക്കെ പോലീസിനകത്തു നിന്ന് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിലാണ് ഓരോ നീക്കവും നടക്കുന്നത്. രാഷ്ട്രീയമായി പ്രാധാന്യമുള്ള നീക്കങ്ങൾ നടക്കുന്നു. ഒപ്പം തന്നെ കർണാടക സർക്കാർ പെട്ടെന്ന് പ്ലേറ്റ് മാറ്റി പോലീസിലേക്ക് എല്ലാ കുറ്റവും ചാർത്തുമ്പോൾ അതിനെ ഏത് തരത്തിലാകും കോടതി കാണുക എന്നുള്ളതാണ് ഇനി വരും മിനിറ്റുകളിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രജിൻ. മുഹമ്മദ് റഹീസാണ് ബംഗളൂരുവിൽ വിശദാംശങ്ങൾ നൽകിയത്.